good day. This is Vichita Anish, NCLEX RN trainers at Athena Coaching Center. NCLEX RN എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നഴ്സസാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ട് കാണണേ. ഞാൻ ഈ NCLEXന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എക്സാം പാസ് ആവണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട 3 ബേസിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്പർ 1, എക്സാമിൻ്റെ ഒരു ക്യാരക്ടർ, ഏത് തരത്തിലുള്ള എക്സാമാണ് NCLEX RN എക്സാം എന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ NCLEX RN എക്സാം CAT എക്സാമാണ്, കമ്പ്യൂട്ടർ അഡോപ്റ്റഡ് ടെസ്റ്റാണ്. സാധാരണ നമ്മൾ CBT ടെസ്റ്റിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇത് CBT ടെസ്റ്റ് അല്ല, ഇത് CAT ടെസ്റ്റാണ്, കമ്പ്യൂട്ടർ അഡോപ്റ്റഡ് ടെസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറാണ് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നോ നമ്മളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഓരോ പെർഫോമൻസ് നോക്കിയിട്ട് ആ പെർഫോമൻസ് ഏത് രീതിയിലാണ്, പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണോ നമ്മൾ പെർഫോം ചെയ്യുന്നത്, അല്ല പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി സേഫ്റ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പ്രയോറിറ്റൈസേഷൻ മെത്തേഡൊക്കെ ഫോളോ ചെയ്തിട്ടാണോ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്, ഇതനുസരിച്ചാണ് കമ്പ്യൂട്ടർ നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് CBT എക്സാം അല്ല, അതായത് പ്രീസെറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാം അല്ല. നമ്മൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് അപ്പം ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുവാണ്, അത് കമ്പ്യൂട്ടറാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ചൂസ് ചെയ്ത് വരുന്ന എക്സാമാണ്, അതുകൊണ്ട് ഇതിനെ CAT എക്സാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ നമ്പർ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടൻറ്റ്. NCLEX RN എക്സാംസിന് എന്തൊക്കെ കണ്ടൻറ്റ് നമ്മൾ പഠിക്കണം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 4 വർഷം നഴ്സിംഗിന് പഠിച്ച എല്ലാ കണ്ടൻറ്റും ഉണ്ട്. പക്ഷെ അതിന് കൺസൈസ്ഡ് ആയിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർ കണ്ടൻറ്റ് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ പ്രോപ്പർ കണ്ടൻറ്റ് പഠിക്കുമ്പം ഈ പ്രോപ്പർ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്പർ 1, ഈ കണ്ടൻറ്റിൽ നമ്പർ 1 ആദ്യത്തെ കണ്ടൻറ്റാണ് സേഫ് ആൻഡ് ഇഫക്റ്റീവ് കെയർ എൻവയോൺമെൻറ്റ്. സേഫ് ആൻഡ് എഫക്റ്റീവ് കെയർ എൻവയോൺമെൻറ്റ്, അതായത് നമ്മൾ നോർമലി വർക്ക് ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന മാനേജ്മെൻറ്റ് ആവട്ടെ ആൻഡ് പ്ലസ് കെയർ ആവട്ടെ എൻവയോൺമെൻറ്റ് ആവട്ടെ അത് ഏറ്റവും സേഫ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സേഫ് ആൻഡ് എഫക്റ്റീവ് കെയർ എൻവയോൺമെൻറ്റിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അത് ഒരു കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യണം, അതുപോലെ തന്നെ ആ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഒരുപാട് സബ് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ബേസിക് 4 കാറ്റഗറിയിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഓക്കെ, മൂന്നാമത്തെ കാറ്റഗറിയാണ് സൈക്കോ സോഷ്യൽ ഇൻറ്റഗ്രിറ്റി. നാലാമത്തെ കാറ്റഗറി ഫിസിയോളജിക്കൽ ഇൻറ്റഗ്രിറ്റി. അപ്പോൾ ഈ 4 ബേസിക് ഇമ്പോർട്ടൻ്റ് ഏരിയയിൽ നിന്നും ഒരുപാട് സബ് ഏരിയാസ് വരും. ആദ്യത്തെ ഏരിയയിൽ സേഫ് ആൻഡ് എഫക്റ്റീവ് കെയർ എൻവയോൺമെൻറ്റ്, അപ്പോൾ മാനേജ്മെൻറ്റ് കെയറിലും അതുപോലെ സേഫ്റ്റി ഇൻഫെക്ഷൻ കൺട്രോളൊക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം, അതാണ് രണ്ടാമത്തെ ഏരിയ. മൂന്നാമത്തത് സൈക്കോ സോഷ്യൽ ഇൻറ്റഗ്രിറ്റി, 4 ഫിസിയോളജിക്കൽ ഇൻറ്റഗ്രിറ്റി. ഇതാണ് കണ്ടൻറ്റ് വരുന്നത്. ഓക്കെ, ഇനി ഈ കണ്ടൻറ്റ് കൂടാതെ മൂന്നാമത്തെ കാര്യം, ഞാൻ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടതെന്ന് പറഞ്ഞു. ആദ്യത്തേത് നമ്മൾ ഏത് തരത്തിലുള്ള എക്സാമാണ്, ഏത് രീതിയിലാണ് നമുക്ക് എക്സാം വരുന്നത്, അത് CAT എക്സാം ആണെന്ന് പറഞ്ഞു. 2, ഏതൊക്കെ കണ്ടൻ്റ് ആണ് വരുന്നത് എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം ഓരോ കണ്ടൻറ്റും. മനസ്സിലായോ? മൂന്നാമത്തത് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, NGN എക്സാംസിന് നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെ 4 ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ റെസ്പോൺസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്ലോസ് ഡ്രോപ്പ് ഡൗൺ മെത്തേഡ്, ക്ലോസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അതായത് ഒരു സെൻറ്റൻസിനിടയ്ക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ഏരിയ വരുന്ന ഡ്രോപ്പ് ഡൗൺ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഹോട്ട് സ്പോട്ടിംഗ് മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മാട്രിക്സ് ഗ്രിഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബോട്ടായി മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻസും എന്താണെന്ന് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഓരോ ക്വസ്റ്റ്യൻസിനും ഏത് രീതിയിലുള്ള കണ്ടൻ്റാണ് ആ ക്വസ്റ്റ്യൻസിൽ വരുന്നത്, ഓരോ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസും ഏതൊക്കെ രീതിയിലാണ് ആ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഓരോ എക്സാം ടൈപ്പിനെ കുറിച്ചുമുള്ള ഒരു ബേസിക് ഐഡിയ
ഈ ഓരോ ടൈപ്പും എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്കത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെയും പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. നമ്മളുടെ എല്ലാ സ്റ്റുഡൻസിനും ഈ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസും വൈഡ് വെറൈറ്റിയിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ സ്റ്റുഡൻസിനും വളരെ ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഈ ഓരോ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഈ 3 കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് എക്സാമിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ ഐ വിഷ് യു ഓൾ ബെസ്റ്റ്.